നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ ഇപ്പൊ കടൽ ചുഴിയിൽപ്പെട്ട് ആടി ഉലയുന്ന കപ്പല് പോലെ നമ്മളൊരിത്തിരി കൈവിട്ടു പോയപ്പോ വക്കീലും വക്കീലിന്റെ നിയമങ്ങളും ഏതു വഴിക്കാണെന്ന് ആർക്കറിയാം? മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആകെ കൂടി സുല്ലു പറഞ്ഞത് അവന്റെ മനസ്സിനെ ഉണ്ടാക്കിയതിന് ശേഷമാണ്. അതിനെ മാത്രം വരുതിയിലാക്കാൻ ദൈവത്തിന് പറ്റിയില്ല. സൃഷ്ടിച്ചവനെ എങ്ങനെ ഒതുക്കണമെന്നായിരുന്നു അതാദ്യം ചിന്തിച്ചത്. ഗതികെട്ട ദൈവം മനസ്സിന് മാത്രം ഒരു രൂപം നൽകിയില്ല, അരൂപിയായി അലയാൻ വിട്ടു. അതിപ്പോഴും അലഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സറിയാലോടെ മക്കളെ. ആ മനസ്സാ പതറിപ്പോകാതിരിക്കേണ്ടത്. മാണിക്യമംഗലത്തെ ആണുങ്ങളായിട്ട് തന്നെ ജീവിക്കണം. സമ്മതിച്ചു. പക്ഷേ ഏട്ടാ, മാണിക്യമംഗലത്തെ പെണ്ണുങ്ങളായി ജീവിക്കാൻ തീരുമാനിച്ചാലോ? മനസ്സിലായില്ല. ഈ സ്വത്തുക്കളൊക്കെ അവരുടെ പേരിലാണ് അച്ഛമ്മ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നാളെ ഒരു ദിവസം അവരറിയുമ്പോൾ അവര് നമുക്കെതിരെ ആയുധം എടുത്താലോ? ഹരി, നീ ഉണ്ടായിരുന്നേ. നീ എന്തിനാണ് അവനെ വിലക്കുന്നത്? അവന്റെ ചോദ്യം ന്യായമല്ലേ? അങ്ങനെ ഒരു ദിവസം വന്നുകൂടായികയില്ല. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ആയുധം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അവരുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ 1.5 പണയുടെ താലി, അത് പൊട്ടിച്ചു കളയാനുള്ള തൻ്റെ ഇടമൊന്നും ഏതായാലും തൽക്കാലം മാണിക്യമംഗലത്തെ പെണ്ണുങ്ങൾക്കൊന്നുമില്ല.